നമുക്ക് ഇതിന് നിക്കണോ? പോയാലോ? വേണോ അച്ഛാ? അച്ഛാ ഇത് നല്ല കമ്പനിയാണ് അച്ഛാ, ഇവിടെ ഒരുപാട് ഓഫറുകളുണ്ട്. എടി നീ പഠിച്ചതിനനുസരിച്ചുള്ള ജോലി ഒന്നാവില്ല ഇവിടെ കിട്ടുക. അച്ഛാ നമുക്കിപ്പോ എന്താ വേണ്ട? ഒരു ജോലിയല്ലേ, ഇത് അത്യാവശ്യമല്ലേ നമുക്കിപ്പോ. എങ്ങാനും ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ വേറൊന്നും നോക്കൂല. ഇവിടെ ഒരുപാട് പ്രൊമോഷനുകളുണ്ട് അച്ഛാ. എന്തായാലും ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തോ, ആ ഒരു പരിചയം കിട്ടുമല്ലോ. നമുക്ക് നോക്കാം. നോക്കാം. ഇവിടെ എന്താ എഴുത്ത് പരീക്ഷ ഉണ്ടോ? എഴുത്ത് പരീക്ഷ ഉണ്ടോ? ഇന്റർവ്യൂ ആണല്ലോ. ഓ അതെ. നമ്മള് ഈ മാർക്കറ്റിങ്ങിനെ കുറിച്ചും ഫീൽഡ് വർക്കിനെ കുറിച്ചും ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാലേ നമ്മള് അതിനെ കുറിച്ചൊന്ന് ആൻസർ ചെയ്യാൻ നമുക്കൊന്ന് മനപ്പാടാക്കി. നിങ്ങൾ എന്തുവരെ പഠിച്ചു? എന്തുവരെ പഠിച്ചു? ഞാൻ 3 PG-കളാണ്. അതെയോ? എന്തോ PG എടുത്തെന്ന് പറഞ്ഞല്ലോ, ഏതിലൊക്കെ? അത് പൊളിറ്റിക്സ് സയൻസ്, എക്കണോമിക്സ്, കെമിസ്ട്രി. ഈ 3 PG എടുത്ത ആളാ ഈ ജോലിക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. വർക്ക് കിട്ടണ്ടേ? നമ്മൾ ഈ 3 PG എടുത്തുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂഷനായി ഏതിന് പോകുന്നു വെച്ചിട്ട്. അപ്പൊ ഒന്നും എടുത്താ പോരെ? അത് ഏതെങ്കിലും ഒന്ന് വന്ന് വീണാലേ നമുക്ക് ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് അങ്ങനെ ഒരു വീട്ടിൽ നിന്നും ഇങ്ങനെ പറയാറുണ്ട്, നീ ഏതെങ്കിലും ഒന്നിന് പോ. അങ്ങനെ പോന്നതാ. ശരി, നോക്കാം. എന്താ പേര്? ഗ്രീഷ്മ. ആ ഗ്രീഷ്മത്തിന്റെ തണുപ്പൊന്നും ഇവിടെ കാണിക്കണ്ട കേട്ടോ. നന്നായിട്ട് ആക്റ്റീവായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തോളൂ കേട്ടോ. ഇവിടെ സാലറി 17,000 അല്ലേ പറഞ്ഞവര്? 17,000 അല്ല, അത് സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് അത് നമുക്ക് 35,000-40,000 മാറും. അങ്ങനെയുണ്ട്. എത്ര ഇവിടുന്ന് കിട്ടുക? 10 റുപ്യ? 10 അല്ല, 17,000 റുപ്യ കിട്ടും. 17,000 കിട്ടും. പിന്നെ നമുക്ക് ഇപ്പോൾ ട്രാവലിംഗ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും വേണ്ടി വരുന്ന സമയത്തുള്ള ചിലവല്ലേ ഉള്ളൂ. പിന്നെ ഇവിടെ അക്കോമഡേഷൻ ഉണ്ടല്ലോ, ഇവിടെ താമസ സൗകര്യവും ഫുഡൊക്കെ ഇവിടുന്ന് തരും. 17 റുപ്യ. അല്ല 17 സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്താൽ നമ്മുടെ സാലറി കയറുമല്ലോ. എവിടെ താമസിക്കുന്നത് നിങ്ങൾ? ഞാൻ ഇവിടുന്ന് കുറച്ച് ദൂരത്തോട് പോകണം. അതെ അല്ലേ? നിങ്ങൾ എവിടെ താമസിക്കുന്നത്? കോഴിക്കോട്. കോഴിക്കോടാണല്ലേ? എവിടുന്നായിരുന്നു? ഞാൻ തൃശ്ശൂരാ. തൃശ്ശൂർ വടക്കാഞ്ചേരി. എന്താ ഒരാള് പോയിട്ട് നല്ലല്ലോ. എന്താണോ ഇനി വർക്ക് ചെയ്യിച്ചു തുടങ്ങിയിട്ടാണോ? എന്താ വേണ്ടി ഇരിക്കണ? വേണോ അച്ഛാ? അല്ല, നോക്കിട്ട് പോകാലോ. ഒരു ജോബ് എന്ന് പറയണതേ നമ്മൾ എത്ര പഠിച്ചാലും നമ്മുടെ ഭാഗ്യം പോലെയാണ് ചേട്ടാ. ഇതൊക്കെ കിട്ടണതേ കിട്ടിയേ കിട്ടി എന്ന് പറയാനേ പറ്റുള്ളൂ. അങ്ങോട്ട് പോയ ആളും കൂടെ പോകുന്നില്ലല്ലോ. അവര് എന്തേലും ചിലപ്പോ ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് കൊണ്ടില്ലോ. സർട്ടിഫിക്കറ്റ്. +2 just passed the +2 education with the 42% of marks. 42% അല്ലേ +2 കടന്നുപോയി. സാറേ, വീട്ടിലെ അവസ്ഥയൊക്കെ കുറച്ച് മോശമായിരുന്നു, അപ്പൊ അതുകൊണ്ട് പിന്നെ തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല. ഈ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് മറ്റേ കസ്റ്റമർ റിലേഷൻ ഓഫീസറെ ആക്കാൻ പറ്റുള്ളൂ. അതാകുമ്പോൾ ഒരു 6 മാസം ഫീൽഡിൽ വർക്ക് ചെയ്യേണ്ടി വരും. പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ പ്രൊമോഷൻ ഉണ്ടാവും. പിന്നെ നിങ്ങൾ അതിൽ ഓക്കെ ആണെങ്കിൽ സീനിയർ കസ്റ്റമർ റിലേഷൻ ഓഫീസറായിട്ട് നമ്മൾ ഇത് ചെയ്യും. അപ്പോഴേക്കും സാലറിയിലും ഇൻക്രീസ് ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ഇൻസെന്റീവ്സും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ വർക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും. ഞാൻ വർക്ക് ചെയ്തോളാം സാർ. വർക്ക് ചെയ്യാൻ വില്ലിങ് ആണല്ലോ അല്ലേ? യു ആർ ഫ്രം കാലിക്കറ്റ് അല്ലേ? നമുക്കിപ്പോൾ പോസ്റ്റിംഗ് അവൈലബിൾ ഇവിടെ ട്രിവാൻഡ്രത്താണ്. സാറേ, കോഴിക്കോട് പോസ്റ്റിംഗ് തരാൻ പറ്റുമോ? അതുപോലെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഓഫീസും കമ്പനിയും എല്ലാം കൂടെ വീട്ടിലോട്ടാക്കി തരാം. കോഴിക്കോട് സൗകര്യമാവൂലേ? ഈ പോസ്റ്റ് നമുക്കിപ്പോ ട്രിവാൻഡ്രത്ത് മാത്രമേ ഉള്ളൂ. അതിന് സമ്മതമാണെങ്കിൽ നമുക്ക് ഓരോ ആൾക്കാരും എങ്ങനെയെങ്കിലും ഒരു ജോലി എവിടെയെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വേണമെന്നൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. ഇല്ല സാർ, കുഴപ്പമില്ല സാർ. കുഴപ്പമില്ലല്ലോ? ഇല്ല. അപ്പൊ ട്രിവാൻഡ്രത്ത് കേശവദാസപുരമാണ് സാർ നമ്മുടെ അവിടെ. ഓക്കെ സാർ, ഗ്രീഷ്മ അല്ലേ? ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ, ഈ ബിൽഡിങ്ങിലേക്ക് കയറി വന്നപ്പോൾ കുറച്ച് സ്റ്റെപ്പ് കയറിയില്ലേ?
എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് ഓർക്കുന്നുണ്ടോ? ചവിട്ടുപടി കയറി വന്ന സ്റ്റെപ്പ് എത്ര എത്ര ഉണ്ടെന്ന് പടി കയറിയാണ് ഇവിടേക്ക് വന്നത്? സാർ ഒരു ക്ലൂ തരുമോ? ക്ലൂവോ? കയറി വന്ന സ്റ്റെപ്പിന് എന്തിനാണ് ക്ലൂ? 8 ആണോ സാറേ? കറക്റ്റ്. അപ്പോ ഒബ്സർവേഷൻ സ്കില്ലുണ്ട്. നമ്മളിപ്പോ ഒരു പാക്കറ്റ് കടുക് വാങ്ങിയെന്ന് വെക്കും. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒരു പാക്കറ്റ് കടുക് വാങ്ങി, ഒരു 100 ഗ്രാം കടുക്, അതിൽ എത്ര എണ്ണം ഉണ്ടാവും? എത്ര കടുക് മണി ഉണ്ടാവും? കടുകിന്റെ പാക്കറ്റില് കടുകിന്റെ പാക്കറ്റിൽ 100 ഗ്രാം കടുകിന്റെ ഒരു പാക്കറ്റിൽ എത്ര കടുക് ഉണ്ടാവും? സാറ് ഞാൻ ഇതുവരെ എണ്ണീട്ടില്ല ആ സാർ. ഗ്രീഷ്മ അതൊക്കെ എണ്ണണം. ഞങ്ങളൊക്കെ എന്തോരം കടുക് എണ്ണിട്ടാണ് ഇവിടെ വരെ വന്നത്. എന്നാ സാർ? ഈ ABCD മാർക്കറ്റിംഗ് കമ്പനിയെ കുറിച്ച് ഗ്രീഷ്മയുടെ അഭിപ്രായം എന്താണ്? സാറേ, ABCD മാർക്കറ്റിംഗ് കമ്പനിയെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. മാർക്കറ്റിംഗ് ഏരിയയിൽ കേരളത്തിലെ നമ്പർ 1 സ്ഥാപനമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ സാറേ? പിന്നെ ഇവിടെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന സാറുമാരെ കുറിച്ചും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ MD ആയ മൊയ്തു സാറിനെ കുറിച്ചും സാറിന്റെ ചാരിറ്റിയെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് കേട്ട് അതിൽ അട്രാക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മതി 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 ഒരു ഓക്കെ. അപ്പൊ ഈ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഇവിടെ വാങ്ങി വെക്കും. നിങ്ങളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ പാസ്സാകണ അനുസരിച്ചിട്ട് ഓരോ പോസ്റ്റിലോട്ടും പ്രൊമോഷൻ തരണ മുറക്കാണ് ഈ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു തരുള്ളൂ. സോ നമ്മൾ ഫസ്റ്റ് 6 months ട്രെയിനിങ്. ആയിക്കോട്ടെ. അപ്പൊ അത് ഓക്കെ, അടിച്ചോളൂ. ഗ്രീഷ്മ, യു ആർ അപ്പോയിന്റഡ്. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. അപ്പൊ ആദ്യം ട്രെയിനിങ് പീരീഡ് ആണ്, അതൊന്ന് ഉഷാറാക്കണം കേട്ടോ. ശരി. താങ്ക് യു സാർ. താങ്ക് യു സാർ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ ബിൽഡിംഗ് ആണ് അതിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ട്. എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ നോട്ട് ചെയ്തു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറേ നമസ്കാരം. നിങ്ങളാരാ? ഞാൻ കുട്ടിയുടെ അച്ഛനാണ്. നിങ്ങൾ പുറത്തിരിക്കുക, കുട്ടി മാത്രം ഇവിടെ ഇരുന്നാൽ മതി. ഓ ആയിക്കോട്ടെ. സാർ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. നമ്മുടെ ഈ കമ്പനി ശരിക്കും എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു ചുമട്ട് തൊഴിലാളിയാണ്. ആ ഓക്കെ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ ജോലി കുട്ടിക്കാണല്ലോ, അച്ഛനല്ലല്ലോ. അല്ല ജോലി കിട്ടിക്കഴിഞ്ഞാലും കുട്ടി മാത്രമല്ലേ ജോലിക്ക് വരുള്ളൂ, അച്ഛൻ കൂടെ ഒന്നും വരില്ലല്ലോ. നഴ്സറി സ്കൂളല്ല ഇത്, ഇതൊരു ഒരു സ്ഥാപനമാണ്. ഇവിടെ കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട്. അതെ, എന്നാലും ഇപ്പൊ മോൾക്ക് ഇനിയിപ്പോ ജോലി കിട്ടുകയാണെങ്കിലേ അവൾ ഇവിടെയാണല്ലോ ജോലി ചെയ്യേണ്ടി വരും. അപ്പൊ എന്താണ് അതിന്റെ ഒരു സംഗതി എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാണ്. അല്ല, അങ്ങനെ ഈ ഇന്റർവ്യൂവിനിടയിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. അപ്പൊ ഇവിടുത്തെ ഒരു കുട്ടി ഇറങ്ങിപ്പോയത് നിങ്ങൾ കണ്ടോ? ആ കുട്ടീനെ കൂടെ ആരും ഉണ്ടായില്ലല്ലോ, നോക്കിയോ നിങ്ങള്? അല്ല അതിപ്പോ ഇതെന്റെ മോളല്ലേ. ഞാൻ അതെ, നിങ്ങളോടല്ലേ പുറത്ത് നിൽക്കാൻ പറഞ്ഞത്? ഞങ്ങള് കുട്ടീനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യട്ടെ, എന്റെ ജോലി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാം. കുട്ടീനോട് കുട്ടീന്റെ ടാലന്റ് മനസ്സിലാക്കാം. അതൊക്കെ ആയിക്കോട്ടെ, അത് നിങ്ങൾ ചോദിച്ചോ, അതിന് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ലാന്ന്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ഈ ചോദിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു മറുപടി പറഞ്ഞാൽ എന്താ കുഴപ്പം? നിങ്ങൾക്ക് എന്താ എന്താ അറിയണ്ടേ? നിങ്ങൾ എന്താണ് നിങ്ങളുടെ കമ്പനി? എന്താ വാങ്ങാനാണ് കമ്പനി? കമ്പനി വാങ്ങാനൊന്നും. അതെ, നിങ്ങൾക്ക് കമ്പനിയെ കുറിച്ച് അറിയണമെങ്കിൽ www.abcd.com ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഡീറ്റെയിൽസ് ഇല്ല, നിങ്ങൾ തീരുമാനിക്കുക. അതിലില്ലാന്ന് നോക്കിയാ കാണണ്ടേ? ഇത് എത്ര വർഷമായിട്ട് നടക്കുന്ന കമ്പനിയാന്ന് അറിയുന്നത്? സാറെ പറഞ്ഞു, ഇവിടെ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട്. സമയം ഒരുപാട് ആൾക്കാർക്ക് ജോലി വേണമെന്ന് താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കണ്ട. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് ഒരു കുട്ടി വന്നു, ആ കുട്ടിയുടെ കൂടെ അതിന്റെ രക്ഷിതാവ് വന്നു. ഒരു സംശയം നിങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങൾക്ക് അതിന് മറുപടി കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്താൽ എന്താ പറഞ്ഞു കൊടുത്താൽ എന്താ കുഴപ്പം? സംശയത്തിന് മറുപടി മറുപടി അല്ല നിങ്ങൾ പറഞ്ഞു. ഞാൻ നിങ്ങളോട് കുട്ടിയെ നഴ്സറി സ്കൂളിൽ അഡ്മിഷൻ കൊണ്ടുവന്നിരിക്കുന്നതല്ല. അവരൊരു പ്രായപൂർത്തിയ ഒരു കുട്ടിയല്ലേ, അവരോട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അത് അറിയാനുണ്ട്. അതെ, ഞങ്ങൾ സമയം മനസ്സിലെടുക്കരുത്. നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നതേ ശരിയല്ല. പിന്നെന്താ? ശരിയല്ലാത്ത പരിപാടിയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പൊ എന്റെ ഒരു ഡൗട്ട് ചോദിച്ചു. എനിക്ക് അത്ര വിവരമൊന്നുമില്ല. പറയട്ടെ. ഞങ്ങള് ഇന്റർവ്യൂ ആയിരിക്കണേ, ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. മോയ് സാറ് പറയണ അനുസരിച്ചാൽ മതി. എന്റെ മോൾക്ക് നിങ്ങളുടെ ജോലി വേണ്ട. ഇങ്ങനെയുള്ള തന്നമാരെ കൊണ്ടുള്ള ജോലി ഒരിക്കലും കിട്ടില്ല. അത് നിങ്ങൾ പറയണ്ട. ഞങ്ങൾക്ക് നിങ്ങളുടെ ജോലി വേണ്ട. എഴുതേക്ക് വേണ്ട വേണ്ട വേണ്ടോ, നിങ്ങളുടെ ജോലി വേണ്ട. അതെ, മുണ്ടാതെ പോ. നടക്ക്. ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വേണ്ടേ? സർട്ടിഫിക്കറ്റ് വേണ്ടേ? അവന് സർട്ടിഫിക്കറ്റ് വേണ്ടേ? എന്നാ കൊണ്ടുപോയിക്കോ. അതുകൊണ്ട് ഫ്രെയിം ചെയ്ത് ഷോക്കേസിൽ വെക്കാനേ പറ്റുള്ളൂ. നിങ്ങളൊന്നും വെറുതെ ഇരിക്കണേട്ടോ മക്കളെ. തട്ടിപ്പ് കമ്പനിയാണ്. എടാ, ഈ ജാതി ആളുകളെ കയറ്റി വിടല്ലേട്ടാ, മര്യാദക്കാരെങ്കിലും ഉണ്ട് വിട്. ആ കുട്ടിയിൽ മോട്ടുള്ള വിഷമം കിട്ടുന്നത് എങ്ങനെ സഹിക്കണ്ടാവും ആ കുട്ടി? ആ തന്തേനെ അയാള് പണിക്ക് പോകില്ലെന്ന്, അതിനെ പണിക്ക് വിട്ട് തിന്നാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ആളെവിടെ?
മോർണിംഗ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ABCD മാർക്കറ്റിംഗ് കമ്പനിയുടെ പുതുതായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന മിടുക്കന്മാരെ, മിടുക്കികളെ, ചുണക്കുട്ടന്മാരെ, ചുണക്കുട്ടികളെ, ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി പേര് വന്നതിൽ നിന്നും നിങ്ങളെപ്പോലെ ഊർജ്ജസ്വലരായിട്ടുള്ള കുറച്ച് പേരെ കമ്പനിക്ക് കിട്ടിയതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇപ്പോൾ ഞങ്ങളെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു പുതിയ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ദൗത്യം മീൻസ് ഞങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളൊരു യുദ്ധത്തിന് പുറപ്പെടുകയാണെന്ന് തന്നെ പറയാം. ആ യുദ്ധത്തിൻ്റെ പടയാളികളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ പടപൊരുന്നതനുസരിച്ചായിരിക്കും കമ്പനിയുടെ അങ്ങോട്ട്